ഹലോ നമസ്കാരം. എൻ്റെ ഫാൻറ്റസി യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എണ്ണ ഉണ്ടാക്കാൻ കേട്ടോ, ഹെയർ ഫോൾസിനൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഉരുളിച്ചട്ടി വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് തുളസിയുടെ ഇല, അലോവര, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി മിക്സിയിൽ അരച്ചിട്ട് ആ അരപ്പും കൂടി ഞാൻ ആ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ മിക്സ് ചെയ്യാണ് കേട്ടോ. ഈ എണ്ണ മുടി നനയ്ക്കുന്നതിനും അതേപോലെ തന്നെ മുടി കൊഴിയുന്നതിനും നല്ല ഗ്ലേസിങ് കിട്ടാനും നല്ലതാണ്. അപ്പോൾ എനിക്ക് നാളേക്ക് ഒരു 2-3 ഓർഡർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കുക എന്നുള്ളത്. ഇതിൽ കേശവർദ്ധിനി ഉണ്ട്, തുളസി ഉണ്ട്, അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് കൂട്ടുകളും കൂടി അതിൽ കൂട്ടിയിട്ടാണ് കേട്ടോ അത് അരച്ചത്. കാരണം നല്ല എഫക്റ്റീവാണ് ഈ എണ്ണ. ഞാനിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ എണ്ണയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങുന്നവർ. അപ്പോൾ അവർക്ക് രണ്ടാമതും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ്. കാരണം കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. സോറി, ക്ഷമിക്കുക. കാരണം എൻ്റെ വീഡിയോ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉരുളിച്ചട്ടിയാണ് ഞാനത് ഇണ്ടാലിയത്തിൻ്റെ ഉരുളിച്ചട്ടിയിൽ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് മിക്സിയിൽ കുറച്ച് ഉലുവയും തുളസി അങ്ങനെ കുറച്ച് ഇലകളും ഇതൊക്കെ കൂട്ടിയിട്ട് അരച്ച് ആ എണ്ണയാണ് ആ അരപ്പ് ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ഒഴിക്കും. വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് നമ്മൾ കൈ എടുക്കാൻ പാടില്ല. ഒരു സ്ലോയിൽ നമ്മൾ എന്താ പറയുക, തീ നല്ല സ്ലോയിൽ നമ്മൾ നന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കൈ ഒരു നിമിഷം എടുത്ത് വീണ്ടും അത് ചെയ്യണം. കാരണം കൈ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ശരിയാവില്ല, എണ്ണയുടെ ആ പാകം ശരിയായി കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഈ പത വരുന്നത് അതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളമാണ് ആ പതയായിട്ട് കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ആ പതയെല്ലാം വറ്റിപ്പോയിട്ട് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. എണ്ണയുടെ ഒരു പച്ച കളറും ഒരു എന്താ പറയുക, ഒരു മഞ്ഞ കളറും കൂടിയിട്ടുള്ള ഇത് കണ്ടു. ഇപ്പോൾ പാകമായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആയിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഈ എണ്ണേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ എണ്ണ തേച്ചിട്ട് പോയി ഷാമ്പു ഇട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും വീക്കിലി ഓഫ് ഉണ്ടാവുമല്ലോ, അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫ് ഉണ്ടാവുമല്ലോ. അന്ന് ഈ എണ്ണ ഇനി നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ചൂടാക്കിയിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ പോസ് ഓപ്പണായി വീണ്ടും മുടി കൊഴിച്ചിലിന് വരും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ തണുത്തിരിക്കുന്ന എണ്ണ തന്നെ ഒഴിച്ചാൽ മതിയായിരിക്കും. നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ മുടി പകുത്തെടുത്തിട്ട് അത് കുറേശ്ശെ പരട്ടി ഒരു കോട്ടൺ വെച്ചിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നിട്ട് ആ തലേൻ്റെ ആ അവിടെ മാത്രം സ്കാൽപ്പ് മാത്രം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ, ലേഡീസിനാണെങ്കിൽ മുടിയുടെ എൻഡിലും നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. മുടിയുടെ സ്പ്ലിറ്റൻസിനൊക്കെ നല്ലതാണ് ഈ വെളിച്ചെണ്ണ. എന്താ പറയുക, പിന്നെ മുടി കൊഴിയില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഈ എണ്ണ തേച്ചിട്ട് കുറേ ഷാമ്പു ഇട്ടിട്ട് കാര്യമില്ല. ഈ എണ്ണ തേച്ചിട്ട് ആഴ്ചയിൽ 2 ദിവസം ഷാമ്പു ഇടാതെ ചുമ്മാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഈ സൺഡേ കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് മൺഡേ ഒക്കെ പോവുകയാണെങ്കിൽ, കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഷാമ്പു വെള്ളത്തിൽ ചേർത്തിട്ട് ഡയറക്റ്റ് ഷാമ്പു യൂസ് ചെയ്യാതെ ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഷാമ്പു ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് 100% ഗ്യാരണ്ടിയാണ്. കണ്ടു, പാകം ആയി തുടങ്ങി. ആ പതകളൊക്കെ മാറി ഒരു കളറ് വ്യത്യാസം വരണുണ്ടോ എണ്ണയുടെ. ഞങ്ങളൊക്കെ വീട്ടിലിത് സ്ഥിരം ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാമത്തും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കണതാണത്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഫാൻറ്റസി ഹോം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് കമൻറ്റ്സ് തരാൻ മറക്കണ്ട. നിങ്ങളുടെ ഓരോന്നിനും കമൻറ്റ്സ് ഞാൻ വായിക്കുന്നതാണ്, അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലും യൂസ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഞാനിതിൽ മുഴുവൻ സാധനങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് കൂടിയാണ്. അപ്പോൾ അതിന് കോട്ടം തട്ടും. അതുകൊണ്ട് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓൺലൈൻ ഞാൻ എത്തിച്ചു തരുന്നതാണ് എണ്ണ. പിന്നെ എന്താണ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.
ഇനി ഞാൻ പറയണു നമ്മൾ കാരണം ഇപ്പോഴത്തെ ഷാമ്പു കാര്യങ്ങളൊക്കെ ഡെയിലി തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലും അതേമാതിരി തന്നെ മുടി നരയ്ക്കലും. ഇപ്പം മിക്കവാറും കൊച്ചു കുട്ടികളൊക്കെ വരെ മുടി നരച്ച മുടിയാണ് കാണുന്നത്. പണ്ട് കാലത്തുള്ള അമ്മമാരുടെയൊക്കെ മുടി ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് എൻ്റെ അമ്മയ്ക്കൊക്കെ ഇത് ഇപ്പോഴാണ് കേട്ടോ നരയൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷാമ്പു അധികം യൂസ് ചെയ്യാറില്ല. അതേപോലെ തന്നെ എണ്ണ തേച്ചിട്ടുള്ള കുളി അത് ഏറ്റവും നല്ലതാണ് തലയ്ക്ക്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ അമ്മയുടെ നല്ല ചീത്ത കേൾക്കും. അമ്മ കാണാണ്ടൊക്കെയാണ് ഇപ്പോഴും നമ്മൾക്ക് പേടിയാണ്. കാരണം അവരുടെ ആ പണ്ടത്തെ ജീവിത രീതിയാണ് ഏറ്റവും നല്ലത്. പണ്ട് കാലത്തൊന്നും ഷാമ്പു അല്ലല്ലോ, നീരോലിയുടെ അത് വെച്ചിട്ടല്ലേ നമ്മൾ ചെമ്പരത്തി താളികളല്ലേ യൂസ് ചെയ്യണേ. അതൊക്കെ ഏറ്റവും നല്ലതാണ്, ഇപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പക്ഷേ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ മുടി പാറിക്കിടക്കും എന്നുള്ളൊരൊറ്റ ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ, സ്മെല്ലുണ്ടാവും. ഇതിപ്പോൾ എല്ലാവരും പറയും ഓയിലിൻ്റെ സ്മെല്ല്. പക്ഷേ ഈ ഞാൻ ഉണ്ടാക്കണ ഈ എണ്ണയുടെ സ്മെല്ല് എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പം തന്നെ ഭയങ്കര മണമാണ് ഇതിൻ്റെ. നല്ലൊരു സ്മെല്ലാണ്. ആരും അയ്യേന്ന് ഒരിക്കലും പറയില്ല. കാരണം ഇതിലുള്ള കൂട്ടും അതൊക്കെയാണ്. ഉലുവ എന്ന് പറയുന്നത് തണുപ്പാണ്. അതേമാതിരി കേശവർദ്ധിനി മുടി നീളാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഇലകളാണ് അതിലിട്ടത്. പോലെ തന്നെ കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ 100% ഗ്യാരണ്ടിയാണ് എണ്ണയ്ക്ക്. അപ്പം നിങ്ങളും യൂസ് ചെയ്ത് നോക്കി. കണ്ടു അതിൻ്റെ കൊറ്റൻ്റെ ഇത് ഡിഫറെൻ്റ് ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നിങ്ങൾക്കിത് എണ്ണയായി തുടങ്ങി. ഈ പത പിന്നെ ഓയിലിൻ്റെ ഒരു പതയാണ്, മറ്റേ വെള്ളത്തിൻ്റെ പതയെല്ലാം പോയി. അപ്പോൾ ജസ്റ്റ് ഇതായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇത് തണുക്കാൻ വെച്ചിട്ട് നിങ്ങളൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ തേക്കുകയാണെങ്കിൽ 100% ഞാൻ പറയണു, ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ള എണ്ണയാണ്. മുടി നരയ്ക്കാനും മുടി കൊഴിയാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും നല്ലൊരു എണ്ണയാണ്. അപ്പോൾ എൻ്റെ ചാനൽ എനിക്ക് സബ്സ്ക്രൈബ് തരിക, കമൻറ്റ്സ് തരിക, ലൈക്ക് തരിക. ഇനിയും എൻ്റെ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടു ആ കളർ വ്യത്യാസം കണ്ടു, പച്ച കളറും ഒരു മഞ്ഞ കളറും കൂടിയിട്ടാണ് വരുന്നത്. കണ്ടു. ഇനി ഞാൻ അടുത്തത് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാം കാണണം, സപ്പോർട്ട് തരണം, കമൻറ്റ്സ് തരണം. ഓക്കെ, ബൈ. താങ്ക് യു.